ഐ സ്റ്റാർട്ടഡ് ക്രൈങ്. ഞാനങ്ങനെ ജനറലി സ്റ്റേജിൽ എത്ര മോശം സിറ്റുവേഷൻ വന്നാലും കരയുന്ന ആളൊന്നുമല്ല. ഐ സ്റ്റാർട്ടഡ് ക്രൈങ്. അപ്പോൾ അനുപമ പരമേശ്വരൻ്റെ ആം വിത്ത് ധന്യ എന്ന് പറഞ്ഞൊരു ടോക്ക് ഷോ ലൈക്ക് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ വീഡിയോയുടെ ഒരു വീഡിയോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യമായിട്ടുള്ള കാര്യം പറയുന്നത്, ഒരുപാട് പേര് കോൺടാക്ട് ചെയ്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ വളരെ വിയേർഡായിട്ട് എനിക്ക് തോന്നി. എങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ കണ്ടറിയാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ട്ണർ എങ്ങനെ ഒരു എന്താ പറയുക ഇതുപോലെ നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ളതാണെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും. 10 വർഷമോ റിലേഷൻഷിപ്പ്, 8 വർഷമോ റിലേഷൻഷിപ്പ്. ഒരു പെൺകുട്ടി കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എൻ്റെ കോൺടാക്ട് നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്ന നമ്പർ അതിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആളിതൊരു കോൺടാക്ട് ചെയ്തിട്ടില്ല, ബട്ട് ലൈക്ക് ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കുന്ന മെസ്സേജ് അയക്കുന്നുണ്ടാവും. എല്ലാവരും ചോദ്യം ഇതാണ്, ഇത്രയും വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക കൂടാ. ഈ പറഞ്ഞാൽ ഞാൻ ആ ലാസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. ബിക്കോസ് അനുപമ പരമേശ്വരൻ പറഞ്ഞ അതേ സാധനങ്ങൾ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്താണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതായത് ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ഈ സെലിബ്രിറ്റികൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ അല്ലത്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ അല്ലത്, ആൺകുട്ടികൾക്ക് ആണുങ്ങൾക്കും ഫേസ് ചെയ്യുന്ന കാര്യവും. അതായത് പെണ്ണുങ്ങളിലും ഉണ്ട് ഈ പറഞ്ഞ പോലെ നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ളവർ, ആണുങ്ങളിലും ഉണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഈ അച്ഛനമ്മമാർ അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാവും ഈ പറഞ്ഞ അസുഖമുള്ളവർ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലയോ എന്നുള്ളതും മറ്റു കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത് അസുഖം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ട്രീറ്റ് ചെയ്യപ്പെടാൻ പറ്റുമോ, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത് ആളെ നന്നാക്കാൻ പറ്റുമോ, അയാളുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാം ഞാൻ ഈ വീഡിയോ കൂടി സംസാരിച്ച് പോകുന്നുണ്ട്. സോ ആ മറ്റേ പഴയ വീഡിയോ കാണാത്തവരാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഇതൊന്ന് ഫുള്ളായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഹൈപ്പ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് സ്ട്രൈറ്റ് അവേ ഇനി ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. സെയിം ലൈക്ക് അനുപമയുടെ വീഡിയോസ് ഞാൻ കറക്റ്റായിട്ട് ആവശ്യമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇതിലേതെങ്കിലും ഭാഗത്ത് എനിക്ക് എൻ്റെ റിയൽ ലൈഫായിട്ട് വെരി റീസെൻ്റ്ലി ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഞാനൊരു സോഷ്യൽ മീഡിയ തന്നെ നല്ല ആക്റ്റീവായിട്ട് നിന്നൊരു വ്യക്തി, അത്യാവശ്യം നല്ല ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന യൂട്യൂബ്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിൽ നിന്നൊക്കെ ആയിട്ട് ഇതെല്ലാം കൊളാപ്സ് ആയിട്ട് അവസാനം ഇതെല്ലാം ഞാൻ എങ്ങനെ റീഗെയിൻ ചെയ്തെടുത്തു, എൻ്റെ ഒരു എഫേർട്ട് കയ്യിൽ എന്തായിരുന്നു, ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഏതൊരു ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും സ്വന്തം ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. സോ നമുക്ക് തുടങ്ങാം അനുപമയുടെ ആ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ. I am the same person, but last 2 years I have been pretending that I'm okay. And once I did not. അതാണ് പർദ്ദയുടെ ഏതൊരു ഇവൻറ്റിൽ ഞാനൊരു ചുമന്ന ചുരിദാർ ഇട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എന്തോ ഒരു ചോദ്യം ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ ഐ സ്റ്റാർട്ടഡ് ക്രൈങ്. ഞാനങ്ങനെ ജനറലി സ്റ്റേജിൽ എത്ര മോശം സിറ്റുവേഷൻ വന്നാലും കരയുന്ന ആളൊന്നുമല്ല. ഐ സ്റ്റാർട്ടഡ് ക്രൈങ്. ദാറ്റ്സ് ബിക്കോസ് ഐ വാസ് ജസ്റ്റ് ടോൾഡ് ദ മോസ്റ്റ് ഓഫുൾ തിങ്സ് ദാറ്റ് എ വുമൻ ക്യാൻ ലിസൺ ടു just before I walked onto the stage to talk and promote my film, a small film like Parda. ആ സമയത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾ നമ്മളെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയയുടെ മുന്നിലിരുന്ന് വളരെ ഹാപ്പി പോസിറ്റീവായിട്ട് ചിരിച്ച് സംസാരിക്കേണ്ട ഒരവസ്ഥയില്ലേ. പീപ്പിൾ മോക്ക്ഡ് മീ ഫോർ ദാറ്റ്. അതിനെന്നെ ഒരുപാട് അവർ പറഞ്ഞു സിമ്പത്തി കാർഡ്, അയ്യോ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജി. ഇറ്റ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് പർദ. ഈ ഒരു സാധനം കണ്ടപ്പോഴേക്കും പർദ്ദയുടെ ആ ഒരു ഇഷ്യൂ, അതെന്താ പർദ്ദ മൂവിയുടെ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിനെ കുറിച്ച് ആൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു കോണ്ടന്റിൽ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഈ ഇമോഷൻസ്, അതായത് കുറേ ഈ നമ്മുടെ പാർട്ട്ണറായിട്ടിരിക്കുന്ന ആ ഒരു എൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന ഒരു അൾട്രാ പ്രോമാക്സ് സൈക്കോ ആയിരുന്നു. അതായത് പട്ടപ്പിരാന്ന് എന്താ പറയുക. അതിൻ്റെ ഒപ്പം എക്സ്ട്രീം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി മെൻ്റൽ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി. ആ വ്യക്തിക്ക് അറിയില്ല ആൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് പല രീതിയിലും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് നമ്മളെ കുറ്റപ്പെടുത്തും. ഉൾട്ടതിരി ഒറ്റയടിക്ക് അവരെ ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് ഭയങ്കര ഇമോഷണലായിട്ട് കരഞ്ഞ് പിഴിഞ്ഞ്, പെൺകുട്ടികളാണെങ്കിൽ കരഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ദേഷ്യപ്പെടും ഭയങ്കരമായിട്ട്. നീ ആര് എന്നുള്ള രീതിയിലൊക്കെ ഷൗട്ട് ചെയ്ത് സംസാരിക്കും. ഇത് ഭയങ്കര ഇതായിട്ട് ഡൗണായി, മെൻ്റലി ഡൗണായി, നമ്മളെയും ഡൗണാക്കി തകർത്ത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിൽ കൂടി ഇവർ ഈ സാധനം കാര്യം നടത്തിയെടുക്കും. ഇവർക്കൊരു കുഴപ്പമില്ലാന്ന് ഞാനപ്പോൾ ചിന്തിച്ചുകൊണ്ട് എനിക്കാണ് പ്രശ്നം. സീരിയസ്ലി ഇതുപോലെ തന്നെ ഒരു മൂവിയുടെ പ്രൊമോഷൻ്റെ കേസ് അനുഭവം പറഞ്ഞില്ലേ. എനിക്കൊരു ഇൻ്റർവ്യൂ, ഞാൻ ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിയ സമയത്ത്, ഞാൻ GCC നിന്ന് നാട്ടിലെത്തിയ സമയത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ഒരു ചാനലിൽ. എന്നെ കുറച്ചധികം നാളായിട്ട് പരിചയമുള്ളൊരു ലേഡിയെ, ശരണ്യ എന്ന് പറയും പുള്ളിക്കാരുടെ. ചാനലിൻ്റെ പേര് റീൽ ആൻഡ് റിയാലിറ്റി മീഡിയ വർക്ക്സ് എന്ന് പറഞ്ഞ ചാനൽ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹലോ മല്ലൂസിൻ്റെ ഇൻ്റർവ്യൂ അതിൽ കിടക്കുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഫുൾ നെഗറ്റീവ് ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ നെഗറ്റീവ് മീൻസ് വേറെത്. ഹലോ ഹലോ
അതെ. ഞാനൊരു ഒരു 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 15 to 20 ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചാൽ മതി. ഞാൻ ഷുവർ താങ്ക് യു. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഫോണിൽ ചന്നം പിന്നം കോളുകൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇതിന്ന് ഫ്ലൈറ്റ് മോഡ് ഇടാൻ മറന്നുപോയി. ഏതോ ഒരു കുട്ടിയാണ് എന്തോ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ലെറ്റ്സ് സീ, അത് നോക്കാം. അപ്പോൾ കം ടു ദ പോയിന്റ്. ഞാൻ അവിടെ പറഞ്ഞിരുന്നത് ഓക്കെ, ഞാൻ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പോയത്. ആ ഇൻ്റർവ്യൂ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ഒരു ശരണ്യ എന്ന് പറഞ്ഞ ലേഡിയുടെ ഒരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ ഫുൾ നെഗറ്റീവ് ആയിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂവറിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നെഗറ്റിവിറ്റി വന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആ ലേഡി കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് അറിയാം കുറച്ച് കാര്യങ്ങൾ. അവരെ ഓപ്പോസിറ്റ് ഈ പറഞ്ഞ പെൺകുട്ടി ഉണ്ടായിരുന്നു, ഓപ്പോസിറ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് എൻ്റെ ഡ്രസ്സിങ് മറ്റേത് മറിച്ചത്, അതായത് ഞാനായിട്ടാണ് പോകുന്നത് പല ഇൻ്റർവ്യൂവിനും. എന്നെ വേറെ ആരോ ആക്കി കൊണ്ടുപോയി. എനിക്കെന്താ പറയേണ്ടത്, ഒന്നും അറിയില്ല, എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി വെച്ച്. അല്ലെങ്കിൽ ഞാൻ ടോട്ടലി അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ വീഡിയോയിലും പറയാം. ഇതൊന്നും ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നൊന്നും എഴുതി വെച്ചതല്ല, ഇറ്റ്സ് ഓൾ മൈ എക്സ്പീരിയൻസ്. അതിൽ നിന്നെടുത്ത് പറയുന്നത് ഒന്നും ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് പറയാറില്ല. പക്ഷേ അന്ന് അവിടെ ചെന്നപ്പോഴേക്കും എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്യേണ്ട വന്നു. അതിനുശേഷം ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇതേ വ്യക്തി തന്നെ എന്നോട് പറഞ്ഞു, അത് പറഞ്ഞത് തെറ്റ്, ഇത് പറഞ്ഞത് തെറ്റ്, മറ്റേത് തെറ്റ്, മറിച്ച് തെറ്റ്. ഈ പറഞ്ഞ വ്യക്തി എൻ്റെ ലൈഫിൽ വന്നേക്ക് മുമ്പ് വരെ, അല്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടുന്നതിന് മുമ്പ് വരെ ഞാൻ പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ കൂടെ ഒരാൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒന്നും കിട്ടാത്തൊരു വൃത്തികെട്ട അനുഭവം ഇപ്പോൾ എനിക്ക് അന്ന് കിട്ടിയത്, ഒരു നെഗറ്റിവിറ്റി. ഇത് സത്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. നമ്മുടെ കൂടെയുള്ള ആളുണ്ടല്ല, കൊള്ളൂലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും കരിയറും നശിക്കാൻ അത് മതി. എത്രയൊക്കെ നിന്നാലും നടക്കൂല. സാധാരണ ഒരാളാണ് ഈ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ കൂടെ ഉള്ളത് ഇതുപോലെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, ആ ഒരു അസുഖമുള്ളൊരു സാധനമാണെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ അനുപമ പറഞ്ഞ ഈ ഒരു പരദയുടെ వేదికలిരുന്ന് కరഞ്ഞు എന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് ഞാൻ కానిച്ചു తరాం. అది అంత ఈజీ విషయం కాదండి. అది కూడా ఒక అమ్మాయి అలా సినిమా చేసి ముందుకు రావడం అనేది అంటే చాలా మోసిందండి అను. అంటే లాస్ట్ 2.5 నుంచి ఒక కథను నమ్మి అమ్మాయి డ్రైవ్ చేసే విధానం, ఇప్పుడు పబ్లిసిటీలో ముందుకు రావడం, ఇదన్నీ చిన్న విషయం కాదు. అనుకుంటున్నాము ఎందుకంటే చాలా మీరు చెప్పినట్టు ఈజీగా కనిపిస్తుంది ట్రైలర్ చూసినప్పుడు కూడా. యాక్చువల్లీ ట్రైలర్ చూసిన ప్రతి ఒక్కరికి ఫస్ట్ అనిపించేది మూవీ థియేటర్కి వెళ్ళి చూడాలి అని. థ్యాంక్ యూ అండి. సో ఆ ట్రైలర్ అయితే మాత్రం 100% ആ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇതിൻ്റെ ഫുൾ ഇതിൽ പെട്ടെന്നൊരു സമയത്താണ് അവർ വേറെന്തോ ചിന്തിച്ചിരിക്കുക. അവർ പലപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അവിടെ വേദിയിലിരിക്കുന്നവർ ചോദിക്കുമ്പോൾ ഇവർ ആൻസർ ചെയ്യുന്നതൊക്കെ ബ്ലൈൻഡായിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ഉത്തരം പറയേണ്ടത് അത് ശരി തന്നെയാണ്. എനിക്കും അന്നും സംഭവിച്ചത് തന്നെയാണ്. നമ്മൾ ഉത്തരങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ മൈൻഡിലേക്ക് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവില്ല. വേറെ എന്തൊക്കെയോ സാധനങ്ങൾ തലേ ഫീൽ. ഞാനൊക്കെ അത്രയും പ്രഷറിലാണ് ഞാൻ ആ ഒരു സമയത്ത് ജീവിച്ചത്. ഒരു 3-4 മാസം കൊണ്ട് അനുഭവിച്ച പ്രഷർ എന്ന് പറഞ്ഞാണ്ടല്ല. ഞാനിപ്പോൾ ആലോചിക്കണത് ഇതിലും മറ്റേ എല്ലാവരും പറയൂല ദൈവം ഭയങ്കര ദൈവവിശ്വാസികൾ, നീയൊക്കെ നരകത്തിൽ പോകുന്നു. നരകത്തിൽ കൊണ്ടിട്ടാലും കുഴപ്പമില്ല, ഞാൻ അവിടെ സർവൈവ് ചെയ്യും. കാര്യം അതിനേക്കാൾ നരകമായിട്ട് ഒപ്പമാണ് ഞാൻ കുറച്ചാൾ നിന്നത്. എൻ്റെ പൊന്നുമോനെ, അതൊക്കെ നമ്മുടെ റിയൽ ലൈഫിലേക്ക് വന്നാൽ തൊലഞ്ഞു പോനെ. ഈ കരിങ്കല്ല് തലയടിച്ചാവൂലേ ആ അവസ്ഥ വന്നേനെ. ഈ ഏതവൻ്റെയൊക്കെ ജീവിതമാണോ ഇപ്പോൾ തൊലഞ്ഞുകൊണ്ടിരിക്കണമെന്ന് കണ്ടറിയണം. ഇപ്പം എനിക്ക് ചിരിയ വന്നത് ആലോചിക്കുമ്പോൾ. ഈ ഒരു സീനിൽ നിങ്ങൾ കറക്റ്റ് നോക്കിയാൽ പെൺകുട്ടി അത്രയധികം വിഷമം മനസ്സിൽ കൊണ്ടുവന്ന് പൊട്ടി കരയുക. വേറെ വഴിയില്ല കരയാണ്ടത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് കരഞ്ഞു പോകുന്നത് കൂടുതലും. പബ്ലിക്കിലേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ഒന്നും, അതായത് നമ്മുടെ നെർവ് സിസ്റ്റം ഉൾപ്പെടെ എല്ലാം വേറെ രീതിയിൽ ഡാമേജ് ആവും. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് നെർവ് സിസ്റ്റം ഉൾപ്പെടെ എല്ലാം ഡാമേജ് ആവും. ബ്രെയിനിലേക്ക് ചെല്ലുന്ന കാര്യങ്ങളൊക്കെ വേറെ ഇരിക്കും. നമ്മുടെ തലയിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേറെ ഇരിക്കും. ഇത് കറക്റ്റായിട്ട് പലർക്കും അനുഭവം ഉണ്ടാകും. നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കുക. കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പലർക്കും, എസ്പെഷ്യലി പെൺകുട്ടികൾക്കാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇമോഷണലി ഭയങ്കര വീക്കാണ്. ഈ സാധനങ്ങളും പ്രഷറും ടെൻഷനൊക്കെ തലയിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഒരുമാതിരി പ്രാന്തായിക്കുന്ന സമയത്ത് എവിടെ വെച്ചാൽ നിങ്ങൾ കരയണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ബിഹേവിയറുള്ള ഓരോരുത്തന്മാരും ചിലപ്പോൾ അല്ലെങ്കിൽ ഓരോ ആൾമാരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി ഉൾപ്പെടെ എവിടെ ഇരുന്നെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തിനാ കണ്ടിട്ട് അതിലെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അടുത്ത കണാപ്പ് എനിക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടി. എനിക്കറിയാം കള്ളപ്പെടുക, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ പെൺകുട്ടി എടുത്തിട്ട് പറഞ്ഞു, നീ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല. കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഒരാളുടെ കേസ് ഞാൻ അത് വെച്ചിട്ട് ഞാൻ വിട്ടേനെ. പക്ഷെ എത്ര പേരെ ജീവിതം നശിപ്പിച്ചാണെന്ന് അറിയോ? അതറിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു ഒറ്റ റിലേഷൻഷിപ്പ് കൊണ്ടൊന്നും നിർത്തില്ല. ഇവർ ഇതേ സിമ്പതി, ഇതേ സാഡ്നെസ്സും, ഇതേ ആൾ വിട്ടുപോയി അല്ലെങ്കിൽ ബ്രേക്കപ്പായി അതിൽ കുറേ കുക്ക്ഡപ്പ് സ്റ്റോറീസും കുറേ കഥകളും ഉണ്ടാക്കിയിട്ട് അടുത്ത ആളെ പറ്റിക്കും. അങ്ങനെ തന്നെയാണ് ഞാനും എനിക്ക് മുമ്പുള്ള കുറേ എണ്ണങ്ങളും പെട്ടത്. പക്ഷേ എനിക്ക് അതോടുകൂടി ഒരു സാധനം മനസ്സിലായി, ഇതിനെക്കുറിച്ച് കറക്റ്റ് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റി. ഇപ്പോൾ ഈ അനുപമയുടെ ഒരു സിറ്റുവേഷൻ അറിയും നിങ്ങൾക്ക്. ഭയങ്കര ഹാപ്പിയാ ലേഡി, ഭയങ്കര ഹാപ്പി വെച്ചാൽ കരിയറിലും എല്ലാത്തിലും വെച്ചടി കയറ്റമാണ്. നിങ്ങൾ നോക്കി ഇനി വരുന്ന അവരെ പ്രൊജക്ട്സും അവരെ സക്സസ്സും നോക്കിക്കോ. ഈ ഒരു
എന്താ പറയുക, ഈ നടന്മാരുടെ ഇടപെടലുകളും അതിൻ്റെ ഒരു പൊളിറ്റിക്സും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ സക്സസ് ആവും. നോക്കിയോ, ഉറപ്പായിട്ടും. ഞാനിപ്പോൾ അതേ പാതയെ കൂടി തന്നെ. എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസും കുറച്ച് എന്താ പറയുക അതിൻ്റേതായിട്ടുള്ളൊരു പ്രഷറും ഉണ്ട്. അത് തന്നെ ഈ പറഞ്ഞ വധൂരിപ്പടം ഉണ്ടാക്കി വെച്ചൊരു സാധനമാണത്. ആവശ്യമില്ലാത്ത ഫിനാൻഷ്യൽ, അതായത് ആൾക്കാരുടെ പറ്റിച്ചിട്ടും ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടി കൂടെ കിടന്നുണ്ടാക്കണ കാശ് വെച്ചിട്ട് കുടുംബത്തിനെ തീറ്റിക്കാൻ നോക്കിയാൽ ആണായാലും പെണ്ണായാലും ഗതി പിടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ കാശുണ്ടല്ല, മറ്റേ പണിക്ക് അവർ പോയി ചെയ്ത് കിട്ടുന്ന കാശില്ലേ, അതിനേക്കാൾ നാണം കെട്ട കാശാണ്. ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞു വെച്ചേക്കണം. ഇങ്ങനെ ഈ രീതിയിൽ കാശുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് കുറേ പെൺപിള്ളേർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരൊക്കെ കെട്ടുതാലി ഉൾപ്പെടെ പണയം വെച്ചുകൊണ്ട് വിറ്റിട്ട് ഓരോരുത്തന്മാർ ഫുട്ടടിച്ച് തിന്ന് രാജാവിനെ പോലെ നടക്കണമെന്ന്. ഇതൊന്നും വീഡിയോ ഇടാൻ പറ്റത്തില്ല നമുക്ക്. അതാണ് ഏറ്റവും വലിയ കോമഡി. എൻ്റെ കണ്ടൻസ് ഇങ്ങനെ ആയതുകൊണ്ടുണ്ടല്ലോ, ഇൻസ്റ്റയിലായാലും കുറേ പേര് ഇതുപോലെ മെസ്സേജ് അയക്കുന്നത്. അതുകൊണ്ട് പലരും ലൈഫ് സ്റ്റോറി കൂടി ഞാൻ ഇങ്ങനെ പോയി ഞാനെന്തോ വേറെ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. Come on. Anyway, and sorry for this laughing. ക്ഷമിക്കണം, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ അകത്ത് ഇരുന്നിട്ട് പുറത്ത് ചാടുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷമാണത്. More than 100 situations where I can sit and explain this is it. എല്ലാവരും 5 സിറ്റുവേഷൻ കേട്ടാൽ മതി. You'll understand how bad narcissistic abuse is. പക്ഷേ my idea of that is not to come and sit here and talk about my personal life. Because at this point, like I said, I'm not a victim. I'm a survivor. I survived it. എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇത് പ്രശ്നമാണ്, ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരണം എന്നുള്ളൊരു തീരുമാനം എടുക്കല്ലോ? ആ തീരുമാനമാണ് പലപ്പോഴും പലർക്കും എടുക്കാൻ പറ്റാതെ പോകുന്നത്. ആ തീരുമാനം എപ്പോഴാണ് എടുത്തത്? See, it's very difficult. കാരണം എന്താണെന്ന് വെച്ചാൽ this relationship is never stable. അതായത് this is not stable. It's like either ഭയങ്കര high അല്ലെങ്കിൽ ഭയങ്കര low. There's no normal to it. But there are times where this person would like let's end this, എന്നൊക്കെ പറഞ്ഞു പോകും. 2 days later, like I can't live without you, baby. How do you expect me to live without you? I will never leave you എന്ന് പറഞ്ഞു വരും. And then this patch up again happens. It keeps happening. There was a point in this year where again, when all this abuse was happening, I was going through my own battles in my life. When you're going through extreme anxiety and stress, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും 10% എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരു 70% കൂടും. ഫിസിക്കലി ഐ വാസ് ഈ ആങ്സൈറ്റി കാരണം ഈ അബ്യൂസ് കൊണ്ട് സത്യം പറയാം, ഒരു ജലദോഷം വന്നാൽ തന്നെ നമ്മളൊരു മരിച്ചോണ പോലത്തെ ഫീൽ വരും. കാര്യം അത് വന്നാൽ എവർ വന്നിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുന്ന ഒരു സാധനമുണ്ട്. ജലദോഷമാണ്, വലിയ സുഖമാണ്, ചത്തവും മറ്റേ അമ്പിളി സിനിമയിലെ പോലെയാണ് സത്യം. പിന്നെ ഈ ഇതിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം, എൻ്റെ പൊന്നു മോനെ, ഞാൻ GCCയിൽ ഉണ്ടായിരുന്ന സമയത്ത്, ആ സമയത്താണ് ഈ നായിൻ്റെ ഡാഷ് എൻ്റെ അടുത്ത് ഇതാവുന്നത്. തെറി പറയുന്നത് വേറെ ഒന്നും വിചാരിക്കല്ലേ, സന്തോഷം കൊണ്ട് വിളിക്കുന്ന തെറിയാണ്. കാര്യം കുറേ റിയലൈസ് ചെയ്ത് കുറേ. ഇപ്പോൾ അനുപമ ഓഫ് ദ ക്യാമറ ചിലപ്പോൾ പച്ച തെറിയായിരിക്കും അവിടെ കിടന്ന് പറയുന്നത്. ഈ സംസാരത്തിൽ തന്നെ അവർ അത്രയും റിഫൈൻഡായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ എനിക്കതിന് പറ്റുന്നില്ല. കാര്യം ഇവർ 2 വർഷം കൊണ്ട് അനുഭവിച്ച എല്ലാ സാധനവും കൂടി ഞാനൊരു 4 മാസം കൊണ്ട് എനിക്കിട്ട് ഉണ്ടാക്കി തന്നു. കാര്യം അത് പ്രോ ആയിരുന്നു. ഇപ്പോൾ ഈ അനുഭവം പറഞ്ഞു തന്നെ ധ്രുവിൻ്റെ കേസാണ്. ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ. എനിക്ക് കുറേ കമൻറ്റ്സ് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ വിക്രമിൻ്റെ പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് ധ്രുവിൻ്റെ തന്ത വന്നിട്ട് എനിക്ക് കമൻ്റ് ഇടുന്ന എന്തൊരവസ്ഥയെന്ന് ആലോചിക്കണേ. അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർക്ക് ആർക്കും പറഞ്ഞ പല ആണുങ്ങൾക്കും, ഞാനിത് പെൺകുട്ടികൾ 2 കൂട്ടർക്കും ജെൻഡർ ഇല്ല ഇതിൻ്റെ അകത്ത്, പക്ഷെ പല ആൺകുട്ടികൾക്കും ഇത് പറയുമ്പോൾ അങ്ങോട്ട് കൊള്ളും. കാര്യം ഇവരുടെ ഉള്ളിൽ ഈ ക്യാരക്ടർ ഉണ്ട്. ഇവർക്കിത് ഇവർക്ക് ട്രിഗർ ചെയ്യും. എന്നിട്ട് ഇവർ കിടന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഇൻസ്റ്റയിൽ. അതും ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഈ ഫുണ്ടകൾ സ്വന്തം മുഖം കാണിച്ച് ഐഡൻറ്റിറ്റി കാണിച്ച് പോലും വരാനുള്ള ധൈര്യമില്ല ഇവന്മാർക്ക്. ഇതുപോലെ ഒളിപ്പോര് എടുത്താനേ അറിയുള്ളൂ. പിന്നെ എൻ്റെ സ്വഭാവം വെച്ചിട്ട് കൊടുക്കേണ്ട അല്ലേ എനിക്ക് കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഞാൻ ബാക്ക് ടു ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ പുറത്തായിരുന്ന സമയത്ത്, ആ സമയത്ത് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ്, എൻ്റെ അത്ര വലിയ വർഷങ്ങളുടെ പരിചയമില്ലാത്ത ഫ്രണ്ട്സ് പോലും എന്നെ മനസ്സിലാക്കിയവർ എൻ്റെ അടുത്ത് അത്രയും പറഞ്ഞിട്ടുണ്ട്, എടാ നിർത്തിക്കൂ, ഇത് ഭയങ്കര ഡേഞ്ചറാണിത്. അതേ അവരെ കൊണ്ട് തന്നെ മാറ്റി പറിച്ചിട്ടുണ്ട്. അവർ തന്നെ മാറ്റി പറഞ്ഞു, ഇല്ലടാ നിന്നോട് അത്രയും കെയറിങ് ആണ്, അത്ര ഇഷ്ടമാണെന്ന്. കാര്യം ഹൈലി മാനിപ്പുലേറ്റീവാണ്. ഇങ്ങനത്തെ ആൾക്കാർ ഹൈലി മാനിപ്പുലേറ്റീവാണ്. ഇവർ പറയുന്ന ഇവരുടെ അടുത്തിരുന്ന് നമ്മളുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ പറഞ്ഞുവിടെ സംസാരിക്കാൻ വേണ്ടി ഇവരുടെ അടുത്ത് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും ആ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെങ്കിലും ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. അത്രയും മാനിപ്പുലേറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ റിയൽ ലൈഫിൽ കണ്ട് മനസ്സിലാക്കിയതാണ്. വല്ലവരെ ഇതുപോലെ പറ്റിക്കുന്നുണ്ട്. ഈ സ്വന്തം കുടുംബത്തുള്ളവരെ എന്തോരം പറ്റിക്കുന്നുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പോൾ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കുടുംബക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ധ്രുവിൻ്റെ ആണെങ്കിൽ അവരുടെ ഫാമിലി എത്രത്തോളം പബ്ലിക്കലി എന്താ പറയുക ഒരു ഇമേജ് ഉള്ളവരാണെന്ന് അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനോ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാനോ അവർക്ക് പറ്റത്തില്ല. ഇറ്റ്സ് ദെയർ സിറ്റുവേഷൻ. ഇത് തന്നെ പറഞ്ഞത്, ഈ ഒരു
ഹൈ ആൻഡ് ലോ ആയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുനടത്തും ഇങ്ങനത്തെ ആൾക്കാർ. ഈ പല പെൺകുട്ടികളും അല്ലെങ്കിൽ പയ്യന്മാർ മെസ്സേജ് അയച്ചപ്പോൾ ചോദിച്ചത് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് സിമ്പിളാവും. ഈ റിലേഷൻഷിപ്പിലും പരസ്പരം മനസ്സിലാക്കി തുടങ്ങുന്ന റിലേഷൻഷിപ്പാണ് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ അങ്ങനത്തെ നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ട്. അത് നല്ല രസമായിരിക്കും, നല്ല ബ്യൂട്ടി ആയിരിക്കും. ഞാനിപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് അങ്ങനെ പോകും. പക്ഷേ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവരുടെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇമോഷണലി നമ്മളിട്ട് അങ്ങ് ടോർച്ചർ ചെയ്യും. അതായത് ഭയങ്കര സ്നേഹത്തിൽ എത്തിച്ച് അങ്ങോട്ട് എന്ന് വെച്ചാൽ ഇവർ നമുക്ക് വേണ്ടി മരിക്കുന്നുള്ള സെറ്റപ്പൊക്കെ ആവും. ആത്മഹത്യ ചെയ്യാനൊക്കെ പോണ പോലെയൊക്കെ കാണിക്കും. ഓക്കെ, ചെയ്യില്ല ഇവരൊരിക്കലും. നമ്മളെ കൊന്നാലും അവർ ചെയ്യത്തില്ല. അവർക്കറിയാം എങ്ങനെ സേഫായിട്ട് മരിക്കാതെ ഇതൊരു ആക്ടിംഗ് ആയിട്ട് കൊണ്ടെത്തിക്കണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ചെയ്യും. അതോടൊപ്പം തന്നെ അത്രയും സ്നേഹം കാണിക്കുകയും അതോടൊപ്പം തന്നെ അത്രയും വേസ്റ്റ് സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ട് തള്ളിയിടും. അപ്പോൾ ഈ ഇമോഷണലി നമ്മൾ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് ഇവരുടെ സ്നേഹം കുത്തിക്കയറ്റലും ടോക്സിസിറ്റി കുത്തിക്കയറ്റലും എല്ലാം നടക്കും. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ ഒരു ഡോപ്പമിൻ എഫക്റ്റ് ബോഡിയിൽ ഇങ്ങനെ വർക്കൗട്ട് ആകും. നമ്മൾ ഈ എന്താ പറയുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ വരും. സ്നേഹവും സങ്കടവും എല്ലാം കൂടി കൊണ്ടുണ്ടാകുന്ന ഒരു ഇമോഷൻ, അതിൻ്റെ ബലത്തിലാണ് നമ്മൾ അതിൻ്റെ ബലത്തിലാണ്, അതാണ് ഇവരുടെ ബലം. അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ എത്ര സ്നേഹം എന്ന് പറഞ്ഞാലും നിങ്ങൾ നിർത്തിക്കോ സാധനം അവിടെ വെച്ച്. പുറകെ വരും, കാല് പിടിക്കും, കരയും, കണ്ണീരുകൊണ്ട് കാല് കഴുകും. നമ്മുടെ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യരുത്, നിർത്തിയേക്കാം. ഞാൻ ഇത് കണ്ടിട്ടുണ്ട് എൻ്റെ റിയൽ ലൈഫിൽ. എന്നിട്ട് അത് നേരെ ഉൾട്ടടിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നോ അതൊക്കെ തന്നെ അനുഭവം പറയണേ. സോ അതിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഈ വ്യക്തിക്ക് ഈ പറഞ്ഞ പ്രശ്നമാണുള്ളതെന്നുള്ളത്. അനുപമയുടെ വാക്കുകളിൽ നിന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി അത് അടിവരായിട്ട് ഉറപ്പിക്കാൻ പറ്റി. എൻ്റെ കൺമുമ്പിൽ ഇനി ഏതെങ്കിലും ഒരുത്തന്നെ ആ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി കാരണമോ വേറെ ആരെങ്കിലും കണ്ടോ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും രക്ഷപ്പെട്ടു എന്നുള്ളത്. ആരും അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു പെയിൻ എന്താണെന്നുള്ളത്. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുമാതിരി മറ്റേ ക്യാൻസർ പിടിച്ച പോലെയാ, അറുത്ത് കളയേണ്ടി വരും നമ്മൾ ഒരു അറ്റ കഴിക്കുക, എന്നാലേ മുറിഞ്ഞു പോവുള്ളൂ. അതാണ് അവസ്ഥ. ശരീരവും കുടുംബവും ജീവിതവും എല്ലാം നശിപ്പിക്കും, ബന്ധങ്ങൾ നശിപ്പിക്കും നമ്മുടെ. I lost so much weight. I was crying every single night for hours and hours, and I will have to get up and go for shoot. And all of a sudden, my lacrimal gland, the kannir grandhi, a kannir grandhi, ivadam vare irangi vannairunnu. It's swollen, and I had to get a surgery done. If you see the promotions of Parda and all, you can see one side of my eye with like a very big swollen. Both sides would be swollen. My lacrimal gland itself fell off from there, and then we had to stitch it back. And there is a lot more. Like namukku already I was going through some other physical scenario. You will expect some sort of kindness from your partner when you go through a lot of pain in your life. ഒന്നും കിട്ടൂല. ഇതുങ്ങൾക്ക് പെയിൻ എന്ന് പറഞ്ഞ സാധനമില്ല. അവർക്ക് അവരുടെ പെയിൻ, അവരുടെ ഇമോഷൻസ് മാത്രമേ ഉള്ളൂ. മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ഇമോഷൻസോ പെയിനോ ഒന്നും വാല്യൂ ചെയ്യില്ല. എന്തിന്? ഞാനൊരു വ്യക്തിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. സ്വന്തം ചോരയുടെ പെയിനോ ഇമോഷൻസോ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണോ എൻ്റെയോ അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഒരു 100 പേര് വന്നു അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പോണേ? മനസ്സിലാക്കത്തില്ല. എന്തിൽ കൂടെ പൊക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു കുന്തോ മനസ്സിലാക്കാൻ പറ്റാത്ത ഈ ജാതി വധൂരിപ്പടകൾ. ഇവർ പറഞ്ഞ പോലെ ഈ കരച്ചിലിൻ്റെ കേസ് അതെനിക്ക് അധികം ഉണ്ടായിട്ടില്ല കേട്ടോ. കാര്യം വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്, സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കരഞ്ഞിട്ടുമുണ്ട്. ആ സമയത്തൊക്കെ കൃത്യമായിട്ട് ഇടപെടേണ്ട ആൾക്കാർ എൻ്റെ ലൈഫിൽ ഇടപെടേണ്ട. എനിക്കൊരു ലൈഫ് കോച്ച് ഉണ്ടായിരുന്നു. ആൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു അവൾ പറഞ്ഞതനുസരിച്ച് കേരള സർക്കാരിൻ്റെ എന്തോ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരിക്ക്. എനിക്ക് ഫ്രീ ആയിരുന്നു കേട്ടോ കോച്ചിങ്ങൊക്കെ. എല്ലാ ദിവസവും വർക്കൊക്കെ കഴിഞ്ഞ് രാത്രിയാകുമ്പോഴേക്ക് എന്നിരുന്ന് 1 മണിക്കൂർ സെഷൻ ഇരുന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് എന്നെ സെറ്റാക്കി എടുത്ത്. അതിന് ശേഷം പിന്നെ ലൈഫിൽ ഒരുപാട് പേര് വന്നു. ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ച് നല്ല ഹാപ്പി ആയിട്ട് തകർത്ത് എൻജോയ് ചെയ്ത് നടന്ന്. ഉള്ള കാര്യം പറയാം, എൻജോയ് ചെയ്ത് നടന്നു. എന്നെ ഫുള്ളി എന്നെ മാറ്റിയെടുത്ത്. കുറച്ച് നല്ല വ്യക്തികൾ ആ സമയത്ത് ലൈഫിൽ വന്നങ്ങ് പോയി എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നവരുണ്ട്, ജസ്റ്റ് വന്നു പോയവരുണ്ടൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കുറച്ച് നല്ല ഫ്രണ്ട്സ്, അതായത് ഞാൻ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ് ചെയ്ത് തരുന്ന കുറച്ച് ഫ്രണ്ട്സായിട്ട് റീയൂണിയനായിട്ട് അവന്മാർ 2 പേരും എല്ലാ ആഴ്ചയും വരും. ഒരുത്തൻ കാലിക്കട്ട്, ഒരുത്തൻ ഇവിടെ ഉണ്ട്. എല്ലാ ആഴ്ചയും വന്നിട്ട് ശനി ഞായറൊക്കെ ആയിട്ട് ഞങ്ങൾ റാഡിച്ചമ്പിളും അവിടെ ഒക്കെ ആയിട്ട് കറങ്ങി നടന്ന് അടിച്ച് പൊളിച്ച് തകർത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ വീക്കെൻഡിലും. സോ മൺഡേ ടു ഫ്രൈഡേ ഞാൻ ഇതുപോലെ വീഡിയോ ക്രിയേഷൻ കാര്യങ്ങളായിട്ടിരിക്കും. ബാക്കിയുള്ള സമയത്ത് ഇവന്മാരൊപ്പം ഫുള്ള് നേരം മുതൽ 5 മണി 6 മണിക്കൊക്കെ തിരിച്ച് വീട്ടിൽ വന്നത്. കാരണം ഈ സമയത്ത് എൻ്റെ വീട്ടിലറിയാവുന്ന കാര്യം, ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇതൊക്കെ ആർക്ക് എപ്പോഴും സംഭവിക്കാം. കാരണം ഒരു പ്രേമത്തിൽ കുടുങ്ങുന്നു, അങ്ങനത്തെ സാധനം അല്ലത്.
എല്ലാ രീതിയിലും നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് എല്ലാം മനസ്സിലാക്കി നമ്മുടെ കൂടെ കൂടി നമ്മളെല്ലാ രീതിയിലും നശിപ്പിച്ച് അവരെ പരിധിയിൽ കൊണ്ടുവന്ന് അവരെ കൺട്രോളിൽ കൊണ്ടുവന്ന് അവർക്ക് ഒരു കാരണവശാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് അവർക്ക് വേണ്ടത് ലിറ്ററലി പറഞ്ഞാൽ വേറെ അടിമകളെയാണ്. ഇമോഷണലി എല്ലാം അവരുടെ എന്താ പറയുക, ഈ വാലും പൊക്കി അവരെ പുറകെ കിടക്കുന്ന വെറും പട്ടികളെ മാത്രം അവർക്ക് ആവശ്യമുള്ളൂ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക്. എനിക്കതാവാൻ പറ്റത്തില്ല. ഞാൻ തീരുമാനിച്ച നിമിഷത്തിൽ ഞാൻ ഒറ്റ വർത്താനം എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ലാസ്റ്റ് അയച്ച മെസ്സേജ്, ഇനി മേലെ എന്നെ കോൺടാക്ട് ചെയ്തതെന്ന്. അതിൻ്റെ പേരിൽ പിറ്റേ ദിവസം കാലത്ത് വന്നിട്ട് കരഞ്ഞ് കാല് പിടിക്കാൻ വന്ന ആൾ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പുറത്ത് പോയി പറഞ്ഞത് വേറെ കഥയാണ്. ഞാൻ അത് കേട്ടപ്പോൾ ലിറ്ററലി ഷോക്കായി. അന്ന് ഷോക്കായിരുന്നു. ഇന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട് ഇവരുടെ ഹൈലി മാനിപ്പുലേറ്റീവ് ടാലൻറ്റ്. സിനിമക്കൊക്കെ ഈസി ആയിട്ട് കഥ എഴുതാൻ പറ്റും. ദൃശ്യം 4 മറ്റേ ജിത്തു ജോസഫ് ഇറക്കണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ പുള്ളി നേരിട്ടാണ് പറയുക, അല്ലെങ്കിൽ മറ്റേ മൃണാളേട്ടൻ്റെ അടുത്ത് പറയേണ്ടി വരും. കഥ എഴുതേണ്ടതുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരൻ ഞാൻ കണക്ട് ചെയ്ത് തരാം. കറക്റ്റായിട്ട് സാധനം ലോകത്തില്ലാത്തൊരു ടിസ്റ്റ് ഉണ്ടാക്കി തരികടേ, ഒറ്റക്കത്ത ടിസ്റ്റ്. ഞാൻ എങ്ങും പുറത്ത് പോകാറില്ല. വീട്ടിലിരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും വീഡിയോ ചെയ്യാൻ വേണ്ടി ക്യാമറ ഓണാക്കി ഇങ്ങനെ ഇരിക്കും, ചത്ത കൂട്ടി കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ കിടന്നുറങ്ങും. ഇവിടെ തന്നെ കിടന്നുറങ്ങും. ഇത് തന്നെയായിരുന്നു ലോകം. ഇവിടെ ഉറങ്ങുക, കുളിക്കുക, ഉറങ്ങുക, കിടക്കുക, ഫുഡ് വിളിക്കുമ്പോൾ പോയി കഴിക്കുക, വരിക. പക്ഷേ സീരിയസ്ലി ഗൈസ്, ഞാൻ എൻ്റെ ലൈഫിൽ ആപ്ലിക്കബിൾ ചെയ്ത കുറേ കാര്യങ്ങൾ, ഞാൻ ആ സമയത്ത് അഡോപ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ കൊണ്ട് വെരി ഫാസ്റ്റ് റിക്കവറിയാണ് എനിക്കുണ്ടായത്. നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിൽ കൂടി പോയ ഏതൊരാളുടെ അടുത്തും ചോദിച്ചു, റിക്കവർ ആയവരുടെ അടുത്ത് ചോദിച്ചറിയാം, വെരി ഫാസ്റ്റ് റിക്കവറി എനിക്കുണ്ടായിരുന്നത്. സോ പ്രൗഡ്ലി ഐ ക്യാൻ സേ ദാറ്റ് ഐ ആം നോട്ട് എ വിക്ടിം, ഐ ആം എ സർവൈവർ. ആ ഒരു കാര്യത്തിലേക്ക് അനുഭവം എത്തുന്നുണ്ട്. 12 പേരും എൻ്റെ വീട്ടിൽ ചുറ്റുള്ള ആൾക്കാർ, ഇതൊക്കെ കണ്ടുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവർക്ക് മനസ്സിലാക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. അവർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവരി വൺ വുഡ് ആസ്ക്, ഇറങ്ങി പോകാൻ പാടില്ലായിരുന്നോ, വൈ കുഡന്റ് യു കം ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളതാണ്. ബട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ലൈക്ക് എ സ്പൈഡർ വെബ്. നമ്മൾ എത്രത്തോളം ഇതിനെ ഇളകുന്നോ അത്രത്തോളം നമ്മൾ കൂടുതൽ ചുറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കാൻ പുറത്തുനിന്ന് പറ്റില്ല. ബട്ട് ഈ വിളിച്ച 12 പേർക്കും നമ്മൾ കോൺവെർസേഷൻ തുടങ്ങുമ്പോഴേക്കും യു ഫീൽ ലൈക്ക് യുവർ ലൈക്ക് ലൈഫ് ലോങ് ബെസ്റ്റീസ്, ബിക്കോസ് what you went through is the same, the textbook. It's like a textbook. The traits are like all similar. They are all similar. The reasons they give, the blame they put, the manipulation, the gaslighting, everything is the same. എനിക്ക് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ എൻ്റെ കൂടെയുള്ള ചില ആൾക്കാർക്കെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഇത് ഇങ്ങനത്തെ ഒരു സംഭവം. എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എടാ നിനക്ക് തോന്നിയതായിരിക്കും, കാര്യം ആൾ ഇങ്ങനെയാണല്ലോ, ആൾ അങ്ങനെയാണല്ലോ പറഞ്ഞേ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേ ആൾക്കാർ തിരുത്തി പറഞ്ഞ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു അനിയത്തി കുട്ടി, അവളോടൊക്കെ പറഞ്ഞു വെച്ച നെഗറ്റിവിറ്റി കേട്ടിട്ട് ഞാൻ തന്നെ ചിന്തിച്ചു, ഇത് എന്ത് പണ്ടാരോടെ നിന്ന് സത്യോടെ അയ്യൻ്റെ മോനെ. എന്നിട്ട് ആ പുള്ളിക്കാരി ഇവിടെ പറയും രക്ഷപ്പെട്ട് കേട്ടാന്നുള്ളത്. സത്യം ഈ ചെറ്റേനെയൊക്കെ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് ഒരു വഴിക്ക് വെച്ച് കാണല്ലേന്ന് എൻ്റെ പ്രാർത്ഥന. അല്ല കണ്ടാലോ ഒന്നുമില്ല, മൈൻഡാക്കൂല. വഴിക്കൂടി പോണാൽ ഒരു മറ്റേ ചൊറിഞ്ഞ പട്ടി ഉണ്ടല്ലോ, അതിന് കൊടുക്കണ വില പോലും ഞാനിപ്പോൾ കൊടുക്കത്തില്ല. അതെൻ്റെ പിള്ളേർക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ഫ്രണ്ട്സിന്. കാര്യം അന്ന് ജീവിച്ച ജീവിതം ഇപ്പോഴത്തെ ജീവിതം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ് മാൻ, സീരിയസ്ലി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്രോച്ച് ചെയ്തോ. എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തു തരാം. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് കോച്ച് ഉണ്ട്, പിന്നെ എൻ്റെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഒറിജിനൽ സൈക്കോളജിസ്റ്റ്. ഒറിജിനൽ അത് സൈക്കോളജിസ്റ്റ് എന്നും പറഞ്ഞു വന്നിട്ട് ബാക്കിയുള്ളവരെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുണ്ടയുടെ കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. സൈക്കോളജിസ്റ്റ് പറയണ. സോ ഇത് നടക്കുമ്പോഴൊന്നും, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്ന ഈ 2 yearsലൊന്നും എനിക്കിത് നാർസിസിസ്റ്റിക് അബ്യൂസ് ആണെന്ന് അറിയില്ല. ബട്ട് there was a point in the beginning of this year where I was going through so much health issues, and then I understood that the stress was triggering it so bad. And that day, I had a very big conversation where I said, you are affecting my peace. I can't. I don't know. I might die really soon if this is how my life is. You start drawing boundaries. And slowly, you start seeing through this person. Like, നമ്മൾ ഇത്ര നാള് ഇയാൾ നല്ലൊരു വ്യക്തിയാണ്, പക്ഷേ he has like so many traumas in the past from whatever family or whatever issues he had. There is some goodness in him, പക്ഷെ അവൻ്റെ ഫ്ലോസ് ആണ്. അതാണ് സ്നേഹത്തിൻ്റെ പ്രശ്നം. ലവ് ഇസ് ബ്ലൈൻഡ് ബിക്കോസ് നമ്മൾ അയാൾ ചെയ്യുന്ന തെറ്റുകളെ പലതിനെയും തെറ്റാണെങ്കിൽ പോലും അതിനെ കവറപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്പെഷ്യലി നമ്മുടെ ട്രോമ ബോണ്ടിങ് ആണെങ്കിൽ എക്സ്ട്രീം ആണ് അതിൻ്റെ. അപ്പോൾ യു സ്റ്റാർട്ട് catching this person lie. You start confronting it. And that person also start realizing that, okay, now she is seeing through me. She is understanding me. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പവർ ആയിരുന്ന കൺട്രോളാണ്. The control that they misinterpreted as love.
സ്ലോലി അത് അവരെ പതുക്കെ അതിൽ നിന്ന് അവർ കെയർഫുൾ ആവാൻ തുടങ്ങും. സോ ഐ ഹാവ് ടോൾഡ് അറ്റ് സം പോയിന്റ്, ഐ ഹാവ് ഓൾസോ ടോൾഡ്, സി ഐ ഡോണ്ട് കെയർ, ലൈക്ക് ഞാൻ നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ സമയങ്ങളുണ്ട്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഐ എം സെയിങ് ഐ വോണ്ട് ടു ലിവ്, എനിക്കത് പറ്റുന്നില്ല, ഇഫ് യു വോണ്ട് യു ക്യാൻ ലീവ് എന്ന് പറഞ്ഞാൽ അവർ വിടില്ല. ബട്ട് സ്ലോലി വാട്ട് ദേ ഡു ഇസ്, അവരുടെ ചുറ്റുമുള്ള സർക്കിളിൽ they try to make you the problem. You understand? They want to portray you as the problem. എൻ്റെ മോനെ, എനിക്കിത് കേൾക്കുമ്പോൾ കിട്ടല്ല, എടാ സത്യോടത് ഇത് തന്നെയാണ് എക്സാക്ട്ലി ഇവരുടെ ക്യാരക്ടർ. ഓക്കെ, ഈ അനുപമ പറഞ്ഞ വേർഷൻ നിങ്ങൾ കേട്ടു, മനസ്സിലായല്ലോ. എനിക്കുണ്ടായത് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ തന്നെ ഈ വ്യക്തി ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇവരെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയെന്ന് മനസ്സിലാവുമ്പോൾ ഇവർക്കത് ട്രിഗർ ചെയ്യും. ഇവരതിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നിട്ട് കുറച്ച് സത്യങ്ങൾ ഇവർ പറഞ്ഞു തുടങ്ങും ഒരു വിശ്വാസം വരുത്താൻ വേണ്ടി. അതിൽ നിന്ന് നമ്മളത് കേൾക്കുമ്പോഴേക്കും നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നും. ആ തോന്നുന്ന സമയത്ത് കരഞ്ഞ് കാല് പിടിച്ച് പിന്നെ നിർത്തും. ലിറ്ററലി എൻ്റെ കാല് പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്തിന് കാണിക്കണ, നമ്മളെ കൊണ്ട് കാല് പിടിപ്പിക്കുകയും ചെയ്യും. ആ ഒരു ലെവലിലേക്ക് ഇമോഷണൽ സ്റ്റേറ്റും മെൻ്റൽ സ്റ്റേറ്റും എത്തിക്കും ഈ നരകവാഴകൾ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഒരു ടൈം എത്തുമ്പോൾ ഇവരെ എക്സ്പോസ്ഡായി തുടങ്ങിയെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ, ഞാൻ പച്ചത്തെറിയാണ് വിളിച്ചത്. ഞാൻ പച്ചത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ വിളിക്കരുത്, കോൺടാക്ട് ചെയ്യരുതെന്ന് പറഞ്ഞാലും പിന്നെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പണ്ടാരോന്ന് ആലോചിക്കണേ. നിങ്ങളുടെ വിചാരം, എല്ലാവരും വിചാരിക്കണം ഇങ്ങനെ തന്നെ ഭയങ്കര ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ. ഒലക്കാണ് ഈ ഇഷ്ടത്തോടെ സ്നേഹമെന്നും പറഞ്ഞ് വന്ന് കയറി നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. എന്നപ്പെട്ട് നമ്മൾ പറ്റൂല കൈ, അപ്പോൾ നമ്മൾ പറ്റൂല എന്ന് പറയൂല. നമ്മൾ വന്ന് കയറിയല്ലേ ഓക്കെ അതല്ലേ ഒന്ന് നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുക്കാറ് ക്ഷമിക്കും. ഒരു ദിവസം കഴിയേണ്ട പിന്നെയും തുടങ്ങും. ഇതെന്നെ അവസ്ഥ. ഇപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ പോലെ ഇത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇവരുടെ ശരിക്കുള്ള ഫേസ് റിവീൽ ചെയ്യാൻ തുടങ്ങും. ആ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തിപ്പോയിന്ന് വിചാരിക്കുക, എന്തോ ആയിക്കോട്ടെ. പിന്നെ കാണിക്കണ കളിയാണ്. പിന്നെ ഇവർ എക്സ്പോസ്ഡ് ആയി തോന്നിക്കഴിഞ്ഞാൽ, ഇവർക്ക് പണി വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർ ലോകത്തുള്ള എല്ലാവരുടെ അടുത്തും, ഞാനൊരു കൂട്ടം ആൾക്കാർ, എന്നെ ഒരു പരിചയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഉരുകിയിട്ടുണ്ട്. അവിടെ പറഞ്ഞു വെച്ച ഒരു അപരാധങ്ങൾ ഞാൻ അന്ന് ആ ഒരു ആളുടെ ശരിക്കുള്ളൊരു പിശാചിൻ്റെ രൂപം ഞാൻ കണ്ടു എന്ന് പറയാം. ഇവർ പറയുന്നുണ്ട് ഡിമോൺ പിശാചിനെ ഞാനവിടെ നേരിട്ട് എൻ്റെ മുമ്പിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന് ഞാൻ കണ്ടു. കാര്യം അവിടെ നറേറ്റ് ചെയ്യുന്ന കഥകളും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ നമ്മളാണ് ലോകത്തെ ഏറ്റവും വലിയ അപരാധികൾ എന്നുള്ള രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് നോക്കും മൊത്തത്തിൽ. അത് കേൾക്കണം നമ്മൾ തന്നെ ചിന്തിച്ചു പോകും, ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന്. അത്രയും മോശമായിട്ട് പറയും. അതെല്ലാവരുടെ അടുത്ത് ആരുടെ പറയാൻ പറ്റും. എൻ്റെ ഫ്രണ്ട്സിനെ ഉൾപ്പെടെ വിളിച്ച് ചേറ്റാ പറഞ്ഞിട്ടുണ്ട് പല വർത്തമാനങ്ങൾ. ഞാൻ അവരോടൊക്കെ പറഞ്ഞത് ഇതിന് എപ്പോഴെന്നെങ്കിലും കിട്ടും. കർമ്മയിലൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഈ പോക്കാണെങ്കിൽ എപ്പോഴെന്നെങ്കിലും കിട്ടും. നെറുകം തലക്ക് അടി കിട്ടും. ബോധം പോണ രീതിയിൽ എപ്പോഴെന്നെങ്കിലും ആരെങ്കിലും അതിന് കിട്ടിക്കോളും. ഞങ്ങളെല്ലാവരും പ്രൊഫഷണലായിട്ട് നിൽക്കുന്നവർ, ഞങ്ങളെല്ലാവരും പ്രൊഫഷൻ നല്ല ഡിഫറെൻ്റാണ്. ഇതുപോലത്തെ അഴുക്ക പരിപാടിയുടെ ആൾക്കാരെ പറ്റിച്ച് കിടക്കുന്ന അല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും അതിൽ നിന്ന് വിട്ട് ഞാനിപ്പോൾ ഇത് തുറന്നു പറയുന്നത് അതുകൊണ്ടാണ്. ഒരു കോൺടാക്ട് ചെയ്യാനോ ഒന്നും ആരും നിന്നിട്ടില്ല. എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഇവരായിട്ട് കണക്ട് ചെയ്ത് എല്ലാവരും മൊത്തത്തിൽ അങ്ങോട്ട് മാറി. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ലൈഫായിട്ട് മുമ്പോട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. എല്ലാവരും നല്ല കണക്റ്റഡാണ്. എന്നോട് എപ്പോഴും വിളിക്കാറും സംസാരിക്കാറും മീറ്റ് ചെയ്യാറും വരെ ഉണ്ട് ആൾക്കാർ. സോ ഇതിങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പോൾ ആ സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു വിഷമവും ദേഷ്യവും ഉണ്ടല്ലോ. കാര്യം അതുപോലെയാണ് ഇവർ അത്രയും നാൾ നമ്മളെ കൊണ്ടുനടന്നത്. ഇതൊരു സമയം കഴിഞ്ഞ് ഇവർ എക്സ്പോസ്ഡ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സെക്കൻഡിലാണ് എല്ലാം മാറുന്നത്. എല്ലാം മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറുള്ള ആരെങ്കിലും അടുത്ത് റിലേഷൻഷിപ്പ് ഉള്ളവരുണ്ടെങ്കിൽ നൈസായിട്ട് അങ്ങോട്ട് സ്കൂട്ടായിരിക്കും. നിങ്ങളുടെ എന്തെങ്കിലും ചാറ്റുകളോ മറ്റേതോ മറിച്ചതോ ഒക്കെ ഉണ്ട്, ഇതൊക്കെ വെച്ച് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യും. എന്തെങ്കിലും തുണ്ട് സാധനം കിട്ടിയാൽ അത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യും ഈ ചറ്റകൾ. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നൈസായിട്ട് പെൺപിള്ളേരുടെ അടുത്ത് പറയണത് അതെല്ലാം നൈസായിട്ട് കൈക്കലാക്കി മാറ്റി തഞ്ചത്തിൽ നിന്ന് ഒക്കെ കളഞ്ഞ് ഒരു വിശ്വാസം അവർ കാണിക്കുന്ന അതേ വിശ്വാസം അങ്ങോട്ട് തിരിച്ച് കാണിച്ചു കൊടുത്ത് അവർ നാർസിസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾ ഡ്രമാറ്റിക് നാർസിസ്റ്റിക്കായിട്ട് മാറി ഇതെല്ലാം കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇമോഷണൽ സാധനം ഇറക്കി മാറ്റി നിങ്ങൾ സേഫായിട്ട് നൈസായിട്ട് ഒഴിവാക്കിക്കോ. തേച്ചെന്നൊന്നും വിചാരിക്കേണ്ട, ജീവിതം രക്ഷപ്പെടും. നാളൊരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ ഇതേ നിവൃത്തിയുള്ളൂ. പെൺപിള്ളേരുടെ അടുത്താണ് പറയണത്. പിന്നെ പയ്യന്മാരോട് നിൻ്റെയൊക്കെ കട്ടയും പോൾട്ട് ഇറക്കുവന്മാർ, ഇങ്ങനത്തെ സ്വഭാവമുള്ളവന്മാർ ജീവിക്കാൻ പോയിട്ടുണ്ടല്ല, ഒന്ന് ഉറങ്ങിക്കിടന്ന് സ്വപ്നം കാണാൻ പറ്റത്തില്ല. അതിൽ ഒരേ ശൈത്താൻ്റെ രൂപം വന്ന് നിൽക്കും. We had a conversation and I'm telling you, ലൈഫ് ലോങ് ഞാൻ ഈ വൂണ്ട് ഹീലാവില്ല, എനിക്ക് അവനെ മറക്കാൻ പറ്റില്ല, ഞാൻ മരിക്കേണ്ടി വരുന്നൊക്കെ വിചാരിച്ച് ഞാൻ ആ കോൺവെർസേഷനിലെ ലാസ്റ്റ് 10 seconds, when I saw him, you could really see that mask peeling off and you will really see the demon. Because
even when you end something, that person's only intention is to enjoy you for life. ഞാനതാണ് നേരത്തെ ഇപ്പോൾ പറഞ്ഞു വന്ന കോൺവെർസേഷനിൽ ഇവരെ എക്സ്പോസ്ഡ് ആയി തുടങ്ങിയ, ഇവരെ നമുക്ക് മനസ്സിലായി തുടങ്ങി. എനിക്കത് മനസ്സിലായ ഒരു പർട്ടിക്കുലർ ടൈമുണ്ട്, ഒരു കുറച്ച് ഫിനാൻഷ്യൽ ഇടപാടൊക്കെ വന്നൊരു സമയത്ത്. അന്ന് എനിക്ക് മനസ്സിലായി ദിസ് ഈസ് നോട്ട് ഗോണ വർക്ക് ഔട്ട്, ഇറ്റ് സംതിങ് ഈസ് ഗോയിങ് റോങ്. കാര്യം ഇതുവരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ, അത് എപ്പോഴും ആയിക്കോട്ടെ, നമ്മളെല്ലാം മൂലവും ചിന്തിച്ച് വരും. ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് എൻ്റെ അടുത്തൊരു വ്യക്തി വന്ന് എന്നെ വെരി സർപ്രൈസിംഗ്ലി ഒരു വ്യക്തി, ഇയാളായിട്ട് കണക്ട് ചെയ്ത ഒരു വ്യക്തി വന്ന് സംസാരിച്ച കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാനത് ഇതുവരെ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു. കുറേ കാര്യങ്ങൾ ഒരു പയ്യനാണ് വന്ന് പറഞ്ഞ്, ഇവരായിട്ട് ലൈഫായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരുന്നു. അത് കേട്ടപ്പോൾ മനസ്സിലായി ഇതെല്ലാം സ്ഥിരം പരിപാടിയാണെന്ന്. അന്നെൻ്റെ കയ്യിൽ നിന്ന് പോയി, സത്യം പറഞ്ഞാൽ ഞാനങ്ങോട്ട് ബ്രേക്കായി പോയി. അതുപോലെ തന്നെ എല്ലാവർക്കും ഇതേ ഒരു അവസ്ഥ ഉണ്ടാവും. ആ സമയത്ത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലല്ല, അത് വെച്ചിട്ട് ഇവർ യൂട്ടിലൈസ് ചെയ്യും. ഈ ചെറ്റകൾ അത് വെച്ച് യൂട്ടിലൈസ് ചെയ്യും. നല്ല പണി തരും, മുട്ടം പണി, ജീവിതം പോലെ തകർത്ത് കളയുന്ന പണി തരും ഇവർ. അത് ഇവർക്ക് വേറെ ഒന്നുമില്ല. ഇവരുടെ ഈ സൈക്കോത്തരം ആരും അറിയരുത്. ആരും അറിയാതെ ആൾക്കാരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ദ്രോഹിച്ചും ആനന്ദം കണ്ടെത്തി ഫിനാൻഷ്യലിയും ഫിസിക്കലി ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനെ പോകണം ഈ ശവങ്ങൾക്ക്. അത് പറ്റാത്തൊരവസ്ഥ വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരിളകും. അപ്പം ഏത് തരത്തിലിളകും. അത് ഇളകൽ എന്ന് പറഞ്ഞാണ്ടല്ല, കരച്ചിലും മറ്റേതും മറച്ചതും ആത്മഹത്യയുടെ മറ്റേ സാധനമൊക്കെ കൂടി മിക്സ് ചെയ്ത് ഹൈലി മാനിപ്പുലേറ്റീവായിട്ടൊരു കഥ അങ്ങോട്ട് ഇറക്കും. എൻ്റെ മോനെ ആ കഥ കേട്ട് കഴിഞ്ഞാണ്ടല്ല, ശിവേ, ഞാനതൊക്കെ കുറേ കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ കേൾക്കുമ്പോൾ ഒന്നുമല്ല. ഇപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഡയലോഗ്സ് ഓരോരുത്തർ പരിചയപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇറക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. ഇതാണ് ഇത് റിവീൽ ചെയ്ത് തുടങ്ങിയാലേ അവർക്ക് നമുക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ എക്സ്പോസ് ആവാൻ തോന്നി കഴിഞ്ഞാൽ തീർന്ന്. ആ സമയത്ത് കണ്ടം വഴി ഓടിക്കുമോ, കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നു, അതേ നടക്കുള്ളൂ. എടാ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തമാശ എന്നായിരിക്കും, സീരിയസ്ലി എൻ്റെ ഒരാളുടെ അനുഭവമല്ല. ഇതിന് ശേഷം ഞാൻ എത്ര പേരായിട്ട് കണക്ട് ചെയ്യുന്നറിയൂ. Ashamed that I was confident. I was ashamed that I have my periods and I'm a woman. Because first day of the cycle, 5th day of the cycle, 10th day of the cycle, 15th day of the cycle, 20th day, 25th day, any day of the cycle, you confront this person for a mistake that person has done. They'll say that, oh, you appear missing, your periods is yet to come. So I was so ashamed. എനിക്ക് 11 പിള്ളേർ വേണമെന്ന് സ്വപ്നം കണ്ടിരുന്ന ആളാണ് ഞാൻ. At this point, I don't even want kids. ഇതിലെനിക്ക് ചില മാറ്റങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇത് നേരെ പയ്യന്മാരുടെ കേസിൽ, ഇപ്പം എൻ്റെ കേസിലാണ് ഒരു പെൺകുട്ടിയാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഇവിടെ എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഇവർ ഈ പീരീഡ്സിൻ്റെ പേര് പറഞ്ഞ് കളിക്കും. ഇവർക്ക് ഉണ്ടാകുന്ന ഈ മൂഡ് സ്വിങ്സ്, പല പല സ്വഭാവങ്ങൾ നമ്മൾ തന്നെ പോയിന്റ് ഔട്ട് ചെയ്യും. നീ എന്ത് കാണിക്കുന്നത്? ചില സമയത്ത് ഭയങ്കര സ്നേഹമായിട്ട് വരും, പിന്നെ ഒരു ഇല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതെൻ്റെ പീരീഡ്സിൻ്റെ എന്ന് പറയും. എടാ 7 ദിവസം ഈ ഒരു 15 എത്ര ദിവസം ഉണ്ടാവും പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ, മൂഡ് സ്വിങ്സ്? ഇത് മാസത്തിൽ 30 ദിവസം ഉണ്ടെന്നേ. അതാണ് ഏറ്റവും വലിയ കോമഡി. 30 ദിവസം മൂഡ് സ്വിങ്സാണ്. ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ടിരുന്നു ഇതെന്ന് മാറി വട്ടെന്ന്. അപ്പോൾ പീരീഡ്സിൻ്റെ ഒന്നല്ലാന്ന് മനസ്സിലായി. പിന്നെ ഇവർ പറഞ്ഞത് ഇവരുടെ ഒരു വേർഷൻ, ഇവരുടെ സൈഡിലേക്ക് വരുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻറ്റാണ്. കുട്ടികളെ വേണ്ടാന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഇവർ എത്തിയെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തത് ഇങ്ങനെ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തെറപ്പിക്ക് സമ്മതിക്കുക എന്ന് പറയുന്നത് റെയറാണ്. ഇനി തെറപ്പിക്ക് സമ്മതിച്ചാലും അവരവിടെയും ചെന്ന് മാനിപ്പുലേറ്റ് ചെയ്യണോ, അവർ പ്രസന്റ് ചെയ്യണോ നമുക്കറിയില്ലല്ലോ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അവർക്ക് they don't sometimes you call it a disorder, narcissistic disorder. അതൊരു ഡിസോർഡർ ആയിട്ട് പറയും നമ്മൾ. പക്ഷേ is it actually a disorder? കാരണം അവർക്ക് റൂമിൻ്റെ പുറത്തിറങ്ങുന്ന സമയത്ത് നന്നായിട്ട് എല്ലാവരുടെ അടുത്ത് ഭയങ്കര ഹമ്പിളായിട്ട് കൈൻഡായിട്ട് സംസാരിക്കാൻ അറിയാം. എന്താണ് റൂമിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഡിസോർഡർ ആണെങ്കിൽ ഇറ്റ്സ് സംതിങ് യു കാൻ കൺട്രോൾ, റൈറ്റ്? ഞാൻ ഈ കാര്യങ്ങൾ എന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. ആ വ്യക്തിയോ? കാര്യം എന്ന് വെച്ചാൽ ആൾക്കാരുടെ അടുത്തും പബ്ലിക്കിലൊക്കെ നമ്മളെ കെയർ ചെയ്യുന്നത്, നമ്മളുടെ കൂടെ നിൽക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാലല്ല ഞാൻ ആ സമയത്തൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. എടാ നിങ്ങൾക്ക് എല്ലാവർക്കും കണക്റ്റ് ആവൂട്ടാ, പെമ്പിള്ളേരായാലും നമ്മൾ ആ സമയത്ത് ചിന്തിച്ചു, എപ്പോഴും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഒറ്റക്ക് കിട്ടിക്കഴിഞ്ഞാൽ വധൂരികൾ കടിച്ചു കയറാൻ വരും. സ്പ്ലിറ്റ് സെക്കൻഡിലാണ് സ്വഭാവം മാറി കളിക്കുന്നത്. പ്രാന്തളകണ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ആരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ അവരുടെ കൂടെ ഉള്ളവർക്ക് പോലും മനസ്സിലാവുന്നില്ല. ലിറ്ററലി പ്രാന്തളകിയിട്ട് ഇങ്ങനെ തുള്ളുന്നത്. ഞാൻ ഇതെന്ത് പണ്ടാരെ തുള്ളി മരുന്ന് ഉണ്ടാക്കുന്നതിന് എന്തോലും ചിന്തിച്ചു പോയി. വെറുതെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ മുടിയൊക്കെ പിരിത്ത്. എടാ മറ്റേ ഏത് സിനിമ വിസ്മയത്തുമ്പത്തിൽ നയൻതാര മറ്റേ ബോഡിയിലേക്ക് തിരിച്ചു കയറാൻ പറയുമ്പോൾ ഒരു ആക്ഷൻ കാണിക്കില്ല. ഇതുപോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
എനിക്കിപ്പോൾ അല്ലെങ്കിൽ ചിരി വന്ന് അന്ന് ഞാനത് കാണുമ്പോൾ ഇത് എന്താണിത് ഡിനോസറിന് വയറ്റിളക്കം വന്നാ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പോയിട്ടുണ്ട്. എൻ്റെ മോനെ ഇതാ. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് കേസ്, നമ്മളിത് ഇവരുടെ അടുത്ത് എത്ര ട്രീറ്റ്മെൻറ്റിന് പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം നമുക്ക് ഫീൽ ചെയ്തിട്ട് ഒരുമിച്ച് പോവാം, രണ്ടുപേർ കൂടി കപ്പിൾ തെറാപ്പി എടുക്കാന്ന് പറഞ്ഞാൽ പോലും സമ്മതിക്കൂല. നിനക്കാണ് ഭ്രാന്ത്, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, നിൻ്റെ സ്വഭാവമാണ് ആദ്യം മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ അടങ്ങും. ഇത്ര ഞാൻ എടുത്തിട്ടുള്ളൂ. 40-45 മിനിറ്റുള്ളൊരു വീഡിയോ ആണ് ഇവരുടെ. നിങ്ങളത് പറ്റുമെന്നുണ്ടെങ്കിൽ ധന്യാവർമ്മയുടെ ചാനലിൽ പോയി കണ്ടോളാം. അടിപൊളി സാധനമാണ്. ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതാണായാലും പെണ്ണായാലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് എല്ലായിടത്തും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ നോക്കാം. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ അനുഭവങ്ങൾ കൊണ്ടാണ് നിങ്ങളടുത്ത് പറഞ്ഞു തന്നെ. പിന്നെ ഒരുപാട് പേര് ഇതേപോലെ അനുഭവമുള്ളവർ എന്നെ കണക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ സംസാരിച്ച് എൻ്റെ പുറത്ത്. സോ ഇങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ സ്നേഹവും കുന്തവും കുടച്ചക്കറവും കോപ്പും പറഞ്ഞ അവിടെ നിന്ന് വെറുതെ ജീവിതം കളയാണ്ട് രക്ഷപ്പെട്ടു. വീട്ടുകാരെക്കായും വലുതൊന്നല്ല ഇവരാരും. ഇന്നലെ കണ്ട ഈ 8 വർഷം 10 വർഷം ആയിക്കോട്ടെ ജനിച്ച് കൂടെ നിങ്ങളെ പോറ്റി വളർത്തിയ വീട്ടുകാരെക്കായും വലുതൊന്നല്ലല്ലോ എന്തായാലും. അവരെ പോലും മറന്ന് ഈ നായ്ക്കൾക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് ചാവാനും ഇതാവാനും ഇടങ്ങേറാൻ നിന്നാണ്ട് ലൈഫിൽ എങ്ങും എത്തത്തില്ല. ഇപ്പോഴും ഇതെന്താണെന്ന് മനസ്സിലാക്കാണ്ട് ജീവിച്ചു പോകണ പെൺകുട്ടികളും ഉണ്ട് ആൺകുട്ടികളും ഉണ്ട്. എത്ര പയ്യന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ഈ ഭ്രാന്ത് കയറിയിട്ടാണ് ഇതുപോലെ ഭ്രാന്താക്കി കളയും. ഇത്ര എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി ഇതുപോലെ എന്തെങ്കിലും സബ്ജക്ട്സ് വരണമെങ്കിൽ നമ്മൾ അതും ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി നോക്കാം. സോ അഗെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. കാരണം പൂജ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങി ഇവിടം വരെ എത്തിയത് ഇപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു ഇൻകൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തുലച്ച് കോപ്പ് എന്തെന്നടേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ അത്രേ ഉള്ളൂ. ബ്രിക്ക് ബൈ ബ്രിക്ക് ഫ്രം സീറോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. ബിക്കോസ് ലൈഫ് മസ്റ്റ് ഗോ ഓൺ.